കഴിഞ്ഞ ഒരു 3-4 മാസമായി നടക്കുന്ന ഒരു ഡെമോക്രാറ്റിക് പ്രോസസ് ഫലമായി ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇന്ന് എന്നെ എനിക്കൊരു സംസ്ഥാന പ്രസിഡന്റ് ഉത്തരവാദിത്വം എനിക്ക് പാർട്ടി തന്നു. നിങ്ങളെല്ലാവരുടെയും സ്നേഹവും പിന്തുണയോടും ആണ് ഈ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു ശക്തി. എല്ലാ പ്രവർത്തകരുടെ പേരിൽ ഞാൻ ഈ ഉത്തരവാദിത്വം ഇന്ന് ഏറ്റെടുക്കുന്നു. എന്നെ മാർച്ച് 3-ാം തീയതി 2024 പാർട്ടി തിരുവനന്തപുരത്ത് പോയിട്ട് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ അതൊരു പെട്ടെന്നൊരു അനൗൺസ്മെൻ്റ് ആയിരുന്നു. അന്ന് എന്നോട് ആരോ ചോദിച്ചു, ഈ തിരുവനന്തപുരം പോകുമ്പോൾ ഈ തിരുവനന്തപുരത്തെ അനൗൺസ്മെൻറ്റ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു ഒരു ഫീലിംഗ്? അന്ന് ഞാൻ പറഞ്ഞു, അത് ഇന്നും ഞാൻ പറയുന്നു. ഈ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നത് അന്ന് ഒരു ലോക്സഭ സീറ്റ് മത്സരിക്കാൻ, ഇന്ന് നിങ്ങളുടെ കൂടെ BJP കേരളത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കൊരു അഭിമാനവും ഒരു സന്തോഷമായ ഒരു ഒക്കേഷനാണ്. അതുകൊണ്ട് പാർട്ടിക്കും പാർട്ടിയുടെ നേതാക്കന്മാർക്കും എൻ്റെ ഹൈക്കമാൻഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി, അമിത്ഷാ, നഡ്ഡാജി എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി. സുരേന്ദ്രൻജി പറഞ്ഞല്ലോ, ജാവ്ദേക്കർജിയും പറഞ്ഞു, ദാസേട്ടനും പറഞ്ഞു. ഈ പാർട്ടി ഈ സ്ഥിതിയിൽ വന്നിരിക്കുന്നത് എത്രയോ പ്രവർത്തകരും സംസ്ഥാന പ്രസിഡന്റും നേതാക്കന്മാരുടെയും കഠിന അധ്വാനവും അവരുടെ ഒന്നുമില്ലാത്ത സമയത്ത് അവരുടെ ഒരു ഡെഡിക്കേഷനും, അതുകൊണ്ടാണ് ഈ പാർട്ടി ഈ അവസ്ഥയിലും ഈ ഒരു സ്ഥിതിയിൽ വന്നിരിക്കുന്നത്. പ്രകാശ്ജി പറഞ്ഞല്ലോ, 19% നമ്മുടെ വോട്ട് ഷെയർ ഇനി മുമ്പോട്ട് പോകുമ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ശരിക്കും ഒരു പൊളിറ്റിക്കൽ സക്സസ്, രാഷ്ട്രീയ സക്സസ് കിട്ടണം. പക്ഷേ അതെല്ലാം ചെയ്തത് മാരാർജി മുതൽ സുരേന്ദ്രൻജി വരെ എത്രയോ സംസ്ഥാന പ്രസിഡൻസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു കഠിന അധ്വാനവും അവരുടെ ഒരു പരിശ്രമവും അതിൻ്റെ ഫലമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഇന്ന് നന്ദി പറയുന്നു. അതുമാത്രമല്ല, നിരവധി ബലിദാനികളും അവരുടെ കുടുംബങ്ങളും ചെയ്ത ഈ ത്യാഗങ്ങൾ എന്നെയും ഇന്ന് എല്ലാവർക്കും ഇൻസ്പയർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അവരോടും അവരുടെ പ്രവർത്തനങ്ങളും ത്യാഗങ്ങളോടും നമ്മൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അത് മറക്കാൻ പറ്റുന്ന സാധനമല്ല, നമുക്ക് മറക്കാൻ പാടില്ല. നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി, ഭാവിനെ പറ്റി വിചാരിക്കുമ്പോൾ നമ്മൾ ഈ ബലിദാനിയും അവരുടെ ഈ ത്യാഗവും അതിനെപ്പറ്റി വിചാരിച്ചിട്ടാണ് ഞാൻ മുമ്പോട്ട് പോകാൻ പോകുന്നത്. BJP ഒരു പ്രവർത്തകരുടെ പാർട്ടിയാണെന്ന് ഞാൻ ആദ്യം തന്നെ ഞാൻ അറിഞ്ഞതായിരുന്നു. കർണാടകയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പുതുച്ചേരി ഇലക്ഷനിലും പ്രഭാരിയാവുമ്പോൾ അതെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ BJP കേരളയുടെ ആ പ്രവർത്തകരുടെ ശക്തി എനിക്ക് ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ സമയത്ത് ആണ് എനിക്ക് മനസ്സിലായത്. 35 ദിവസം എനിക്ക് ക്യാമ്പയിൻ കിട്ടിയ ഒരു ക്യാമ്പയിനിൽ 3.5 ലക്ഷം വോട്ട് പിടിച്ച് തന്ന അവരുടെ റെസ്പോൺസ്, അതിൻ്റെ ക്രെഡിറ്റ് ആർക്കെങ്കിലും പോവാണെങ്കിൽ പ്രവർത്തകരുടെ അധ്വാനവും BJP തിരുവനന്തപുരം, BJP കേരള പ്രവർത്തകരാണ് അത് ചെയ്തു തന്നത്. അതുകൊണ്ട് BJP ഒരു പ്രവർത്തകരുടെ പാർട്ടി ആയിരുന്നു, ഇന്ന് ആണ്, ഇനി മുമ്പോട്ട് പോകുമ്പോഴും
ആ പ്രവർത്തകരുടെ പാർട്ടി ആയിട്ട് ഇരിക്കും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഞാൻ ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ തീരദേശത്ത് പോകുമ്പോൾ ഒരു വണ്ടി നിർത്തി, രാജേഷ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, വണ്ടി നിർത്തി ഒരു മത്സ്യത്തൊഴിലാളി അവിടെ ഒരു സ്ത്രീയുടെ അടുത്ത് പോയി പറഞ്ഞു, ഞാനാണ് BJPൻ്റെ കാൻഡിഡേറ്റ്, എനിക്ക് ചേച്ചി വോട്ട് തരണം. അപ്പോൾ ആദ്യം ദേഷ്യം ഉണ്ടോ എന്ന് പറഞ്ഞു, നിങ്ങൾ രണ്ടാളും CPM-ഉം കോൺഗ്രസും വന്ന് എപ്പോഴും വോട്ട് ചോദിക്കും, വാഗ്ദാനം തരും, ഒന്നും ചെയ്യില്ല. അപ്പോഴാണ് ഞാൻ ക്ലാരിഫൈ ചെയ്തത്, അല്ല ഞാൻ CPM-ഉം അല്ല കോൺഗ്രസും അല്ല, ഞാൻ BJP NDA ആണ്. എന്നിട്ടാണ് ചേച്ചി എൻ്റെ വാക്ക് കേട്ട് ഞാൻ പറയാൻ ഉള്ളത് സംസാരിച്ചത് അത് ഇന്ന് കേട്ടു. ബട്ട് ഇതാണ് 70 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കേരള നാട്ടിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിലൊരു വിശ്വാസമില്ല. അത് എന്തുകൊണ്ട്? ഈ രണ്ട് പാർട്ടി ഇങ്ങനെ വാഗ്ദാനം കൊടുത്ത് കേരളനെ ഈ സ്ഥിതിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ഒരു മാറ്റം വേണം. ഈ മാറ്റം, ഇതിനെ മാറ്റുക എന്നാണ് ഞങ്ങളെല്ലാവരുടെയും ഒരു ദൗത്യം. എന്നോട് ചോദിച്ചു ആരോ, നിങ്ങളുടെ മിഷൻ എന്താണ്? BJP കേരളേൻ്റെ ഒരു പുതിയ മിഷൻ എന്താ? ആ ദൗത്യമാണ് ഇവിടെ മാറ്റം കൊണ്ടുവരാൻ. കേരളവും വളരണം, നിക്ഷേപങ്ങൾ സ്വീകരിക്കണം, നമ്മുടെ കുട്ടികൾക്ക് ജോലിയും കഴിവുകളും ഉള്ള ഒരു മികച്ച ഭാവി സൃഷ്ടിക്കണം. ഇതാണ് നമ്മുടെ ദൗത്യം. ഇതാണ് BJP കേരള NDA കേരളേൻ്റെ മിഷൻ. അത് പറയുമ്പോൾ ഒരു പ്രശ്നം, ഇതെങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഇത് മനസ്സിലാക്കാൻ 11 കൊല്ലം മുമ്പേ 2014 നരേന്ദ്രമോദിജി ഇന്ത്യൻ്റെ പ്രധാനി ആവുമ്പോൾ ഇതേ പ്രോബ്ലം ഇന്ത്യയിലായിരുന്നു. ഇന്ത്യൻ്റെ ഇക്കോണമി തളർന്ന് ലോകത്തിലെ ഏറ്റവും ദുർബലമായ ഒരു ഇക്കോണമി ആയിരുന്നു. ഇന്ന് അതേ ഇക്കോണമി ടോപ്പ് 4 ഇക്കോണമിയിൽ ആയി വന്നു. മോദിജിയുടെ കഠിന അധ്വാനം, ജനങ്ങളുടെ സമർപ്പണം, നല്ല ഭരണം, നല്ല നയങ്ങൾ, അതാണ് ഈ 11 കൊല്ലത്തിൽ ഇന്ത്യനെ മാറ്റിയത്. ഒരു പുതിയ ഇന്ത്യ, ഒരു ന്യൂ ഇന്ത്യ സൃഷ്ടിച്ചത് ഇങ്ങനെയാണ്. 11 കൊല്ലം അധ്വാനിച്ചും നല്ല പോളിസിയും നല്ല ഗവർണൻസിന്റെ കാരണം. എത്രയോ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നു. വീട്, കുടിവെള്ളം, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലും പോകാൻ പോകുന്നില്ല. ഹെൽത്ത് കാർഡ്, കർഷകർക്ക് സ്കീംസ്, റേഷൻ, വാക്സിൻ, ഇൻഫ്രാസ്ട്രക്ചർ, തൊഴിൽ, ഇൻവെസ്റ്റ്മെന്റ്. യുവാക്കൾക്ക് ഇന്ത്യയിൽ ഇന്ന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ടെക്നോളജി ആണോ, IT ആണോ, മാനുഫാക്ചറിങ് ആണോ, ടൂറിസം ആണോ? അതുകൊണ്ട് ഈ ഒരു 11 കൊല്ലം ചെയ്ത പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്, പറഞ്ഞത് ചെയ്യും എന്ന ഒരു പൊളിറ്റിക്കൽ ഗവർണൻസ്, അതാണ് ഇന്ത്യയെ ഒരു ദുർബലമായ ഇക്കോണമിയിൽ നിന്ന് മാറ്റി 4ാം നമ്പർ ഇക്കോണമി, ഗ്ലോബൽ 4ാം നമ്പർ ഇക്കോണമി ആക്കി വെച്ചത്. അതാണ് നമ്മളെല്ലാവരും കേരളത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റം. അതാണ് നമ്മുടെ എല്ലാവരുടെയും ദൗത്യം എന്താന്ന് ചോദിക്കുമ്പോൾ ഇതാണ് നമ്മുടെ മിഷൻ, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഈ വരുന്ന കാലം ഗ്ലോബലി ഒരു വളരെ മാറ്റമുള്ള കാലമായിരിക്കും. ഇത് ഇന്നലെ നോക്കിയാൽ, ഇന്ന് കമ്പയർ ചെയ്താൽ മാറ്റം, ഇന്ന് നോക്കി മുമ്പോട്ട് പോകുമ്പോൾ ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കിയാൽ നല്ല മാറ്റം വരാൻ പോകുന്നു. ഗ്ലോബൽ ചേഞ്ചസ് നമ്മൾ കാണുന്നുണ്ട്. എത്രയോ ചേഞ്ച് വരുന്നുണ്ട്. ടെക്നോളജി ആണോ, ട്രേഡ് ആണോ, മാനുഫാക്ചറിങ് ആണോ, ഈ ഗ്ലോബൽ ചേഞ്ചസിന്റെ ഇമ്പാക്റ്റ് ഇവിടെയും ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഭാവിയിൽ ഒരു ഫോർമുല ആയിരിക്കും
സത്യം ഡിസ്ക്രൈബ് ചെയ്യുന്ന ഫോർമുല. അത് ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. നിക്ഷേപവും തൊഴിലും വരുന്നത് കഴിവുള്ള യൂത്ത് ഉള്ള സംസ്ഥാനത്തിലായിരിക്കും. കഴിവുള്ള യൂത്ത് പോകുന്നത് അവസരങ്ങളുള്ള സംസ്ഥാനം. മനസ്സിലായില്ലേ? ഞാൻ ഇത് ഇംഗ്ലീഷിൽ പറയാം. ഇൻവെസ്റ്റ്മെന്റ്സ് വിൽ കം ടു വെയർ ദ ടാലന്റ് ഇസ് ആൻഡ് ടാലന്റ് വിൽ ഗോ ടു വെയർ ദി ഓപ്പർച്യൂണിറ്റീസ് ആർ. അതുകൊണ്ട് ഒരു സംസ്ഥാനത്തിൽ അവസരങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അവിടുത്തെ യുവാക്കൾ വേറെ എവിടെയെങ്കിലും പോവും. യുവാക്കൾ വേറെ എവിടെയെങ്കിലും പോയാൽ അവിടെ നിക്ഷേപം വരാൻ ഒരു ഇൻസെന്റീവും ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതാണ് ഈ വരുന്ന കാലത്തും ഇന്ന് വരുന്ന കാലത്തിൽ ഒരു റിയാലിറ്റി. അതുകൊണ്ട് നമ്മുടെ കേരളയിൽ വേണ്ടത് നോക്കിക്കൂലിയുള്ള കേരളമല്ല, നിക്ഷേപം തൊഴിൽ ഉള്ള കേരളമാണ് വേണ്ടത്. വിദ്യാഭ്യാസമുള്ള തലമുറ, IT, ടൂറിസം, മാനുഫാക്ചറിങ്, ഇതെല്ലാം അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കേരളമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു ടീമിന്റെ ഒരു സിസ്റ്റമിൽ നിലയിൽ ഈ വികസന സന്ദേശം നമ്മുടെ സംസ്ഥാനത്തെ ഓരോ വീട്ടിൽ എത്തിക്കണം. ഈ ഡെവലപ്മെന്റ് വിഷൻ, ഈ കേരളയിൽ മാറ്റം കൊണ്ടുവരാനുള്ള ഒരു ഡെവലപ്മെന്റ് വിഷൻ നമുക്ക് എല്ലാ വീട്ടിലും പോയിട്ട് എത്തിക്കണം. ഇന്ത്യ വരുന്ന കാലത്തിൽ ഇതിൽ ഒരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ഇന്ത്യ വരുന്ന കാലത്തിൽ ഒരു വികസിത് ഇന്ത്യ, വികസിത് ഭാരത് ആവും. നമ്മുടെ കേരളയും ഒരു വികസിത് കേരള ആവണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഇത് നമ്മുടെ ദൗത്യം. എല്ലാവർക്കും പുരോഗതി, വികസനത്തിന്റെ അവസരം കിട്ടണം. എല്ലാ മതം, എല്ലാ സമുദായത്തിന്റെ ജനങ്ങൾക്ക് അവസരം നൽകണം എന്നാണ് ഈ വികസിത് കേരളത്തിന്റെ ഉണ്ടാക്കാൻ നമ്മൾ മാറ്റാൻ പോകുന്ന നമ്മുടെ ഒരു ലക്ഷ്യം. അതാണ് നമ്മുടെ ദൗത്യം. ഞാൻ ഒടുവിൽ ഈ മാറ്റത്തിനെ പറ്റി ഞാൻ പറഞ്ഞു. ഒടുവിൽ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാൻ പോകുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് NDA സർക്കാർ അധികാരത്തിൽ എത്തണം. മാറ്റം കൊണ്ടുവരാൻ ഇതാണ് ഒരു മാർഗം. ഇത് മാത്രം ഒരു മാർഗമാണ്. അപ്പോൾ NDA BJP അധികാരത്തിൽ കൊണ്ടുവരാനാണ് എനിക്ക് തന്ന ദൗത്യം. എനിക്ക് നമ്മുടെ ഹൈക്കമാൻഡും നമ്മുടെ പ്രഭാരിയും നിങ്ങളെല്ലാവരും തന്ന ദൗത്യം അധികാരത്തിൽ കൊണ്ടുവരാൻ, BJP NDA അധികാരത്തിൽ കൊണ്ടുവരാനാണ് എൻ്റെ ദൗത്യം. ഇത് പൂർത്തീകരിച്ച് മാത്രമേ ഞാൻ മടങ്ങിപ്പോകുള്ളൂ. അതുകൊണ്ട് അഹമ്മദാബാദിൽ ജനിച്ച ഈ പട്ടാളക്കാരന്റെ മകൻ തൃശൂർ ജില്ല കൊണ്ടയൂർ ഗ്രാമത്തിൽ വളർന്ന തൃശൂരിൽ പഠിച്ച 8 സെൻട്രൽ സ്കൂൾ, ഇന്ത്യയിൽ വേറെ സ്ഥലത്തിൽ പഠിച്ച, അമേരിക്കയിലും ഇന്ത്യയിലും ടെക് മേഖലയിൽ തൊഴിൽ ബിസിനസ് ചെയ്ത, 18 കൊല്ലം ദേശം ജനസേവ ചെയ്ത രാജ്യസഭ MP ആയ ഇനി ഈ പുതിയ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഞാൻ കമ്മിറ്റ്മെന്റ് തരുന്നു. ഞാൻ എൻ്റെ എല്ലാ സമയം സമർപ്പിക്കുന്നു ഈ വികസിത കേരളം, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ദൗത്യത്തിന്. ഞാൻ ഇന്ന് എല്ലാവരുടെയും പിന്തുണ, എല്ലാവരുടെയും അനുഗ്രഹവും എല്ലാവരുടെയും സ്നേഹം അഭ്യർത്ഥിക്കുന്നു.
എൻ്റെ വാക്കു ചുരുക്കുന്ന മുമ്പ് ഞാൻ ശ്രീ നാരായൺ ഗുരുദേവിൻ്റെ ഒരു കോട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക. ഇതാണ് ശ്രീ നാരായൺ ഗുരുദേവ് പറഞ്ഞത്. ഇത് നമ്മുടെ പാർട്ടിക്കും നമ്മുടെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന ഈ BJP NDAയ്ക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കോട്ടാണ്. വരൂ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ വികസിത കേരളം നമ്മുടെ ദൗത്യമാക്കാം, അതിനുവേണ്ടി സമർപ്പിക്കാം. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും നമസ്കാരം.